അന്തരാള ഏവ. പരീക്ഷത്തെ ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്ത് തന്നെയാണ് നരകം. നരകം എന്ന് വെച്ചാൽ ബ്രഹ്മാണ്ടത്തിനകത്ത് തന്നെയാണ്. ഞാൻ പിന്നെ പറയാണ്ടിരുന്നത് മറ്റൊന്നുമല്ല, ഭാഗവതത്തിൻ്റെ ലക്ഷ്യം നരകത്തിലേക്ക് പോലല്ലോ. എങ്കിലും അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് നരകത്തെക്കുറിച്ച് ഞാൻ പറയാം. 99,000 യോജന മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്ന അനുഭവത്തോടു കൂടി കിഴക്ക് തെക്ക് ഭാഗത്തേക്ക് പോയാലാണ് നമുക്ക് എവിടെ എത്തുക? നരകത്തിലേക്ക് എത്തുക. തെക്ക് സൈഡിലേക്കാണ് എന്ത്? നരകം. പിതൃലോകം ഒക്കെ തെക്ക് ഭാഗത്തേക്ക്. അതുകൊണ്ടാണ് ഈ തെക്ക് എന്ന് കേട്ടാൽ ഒരു ശ്വാസം നമുക്ക് അധികം പോണത്. അപ്പോൾ തെക്കിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, അയ്യോ തെക്കോട്ട് പാടില്ല, തെക്കോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ തെക്കിന് വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, ലോകം ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. അവിടെ യമാലയം നരകം സ്ഥിതി ചെയ്യുന്നു എന്ന്. പരീക്ഷത്തെ നാമമാത്ര ഏവ, പേര് കേട്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന നരകങ്ങൾ എന്നാ. നരകത്തിലൊന്നും പോകണ്ട, അതിൻ്റെ പേര് കേട്ടാൽ തന്നെ പേടിയാവും. പിന്നെ പോയാലുള്ള അവസ്ഥ പറയണോ? ലേതാമിശ്രം അന്ധതാമിശ്രം രൗരവം മഹാരൗരവം കുംഭീഭാഗം കാലസൂത്രം അസിപത്രവനം സൂകരമുഖം കൃമിഭോജനം തപ്തസുർമി വജ്രകണ്ഠക ശാൽമലി പൂയോധ പ്രാണരോധ തുടങ്ങിയിട്ടുള്ളതായ 28 വിവിധ യാതനാഭൂമയ. 28ഓളം നരകങ്ങളുണ്ടെന്ന്. 28 ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ദേവീ ഭാഗവതത്തിലെത്തുമ്പോഴേക്ക് 80,000-ത്തിലധികം നരകങ്ങൾ. ഇതൊക്കെ പഴയ കാലത്തെ കണക്കാണ്, പുതിയ കണക്ക് വന്നിട്ടില്ല. പുതിയ കണക്ക് ഇതിനേക്കാളും കൂടാനേ ചാൻസ് ഉള്ളൂ. കാരണം എന്താ? ഒരു പാപത്തിനൊരു നരകമാണ്. ഒരു പാപത്തിനൊരു നരകം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എത്ര തരം പാപങ്ങളുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള നരകങ്ങളും ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഓരോ പാപത്തിന് കൃത്യമായിട്ട് നരകങ്ങളുണ്ട്. അവിടെ പോയാൽ കൃത്യമായിട്ട് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിപ്പോൾ നമ്മൾ ഇരിക്കുന്നുണ്ടല്ലോ കുറേ കാര്യങ്ങൾ. അതൊക്കെ അവിടെ പോയാൽ കൃത്യമായിട്ട് അറിയുന്ന. അതെങ്ങനെ അവിടെ അറിയാം? നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും 12ഓളം സാക്ഷികളെ ഭഗവാൻ ഇവിടെ നിർത്തിയിട്ടുണ്ടത്രേ. സൂര്യോ അഗ്നി മരുത് ഗാവ സോമ സന്ധ്യ അഹനി ദിശ കം കു കാലഹ ഏതേ ദൈഹ്യസ്യ സാക്ഷിണ. പകല് നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കൊരു സാക്ഷി മുകളിലുണ്ട്. ആര്? അപ്പം നമ്മളവിടെ പോയിട്ട് ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സൂര്യൻ സാക്ഷി പറയും. സൂര്യൻ പറയും ഞാനാ ഇവന് വെളിച്ചം കാണിച്ചു കൊടുത്തത്. രാത്രി ചെയ്യണതിന് സോമൻ, ചന്ദ്രൻ, പിന്നെ ദിശകൾ, പിന്നെ മരുത്തുക്കൾ എന്ന് പറഞ്ഞിട്ടൊരു 49 ആൾക്കാർ. അവർക്ക് വേറെ ഒരു പണിയുമില്ല, അവർ സാക്ഷി പറയല അവരുടെ ജോലി തന്നെ. അവരിങ്ങനെ ആകാശത്തു കൂടി തെക്ക് വടക്ക് നടക്കണുണ്ട്. എന്തിനറിയോ? ഇതിന് സാക്ഷി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ചെന്ന് കൃത്യമായിട്ട് സാക്ഷി പറയും. അപ്പോൾ ഓരോ പാപത്തിനനുസരിച്ച് ഓരോ നരകങ്ങളും. നമുക്കിപ്പോൾ എല്ലാ പാപത്തിൻ്റെയും നരകമൊന്നും പറയാൻ ഭാഗവതത്തിൽ സമയം കിട്ടില്ല. അല്ല, അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, അവിടെ പോയാൽ കാണാൻ പറ്റുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് വിസ്തരിച്ചിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നരകവർണ്ണന നമുക്കിപ്പോൾ സമയമില്ല. അതുകൊണ്ടാണ് നരകവർണ്ണന ഇപ്പം ഞാൻ പറയാമെന്ന് വിചാരിക്കുക, നിങ്ങളിവിടെ കേട്ടെന്ന് ചിരിക്കും. അത്ര രസ എന്ത് നരകം അല്ലേ? കേട്ടിട്ടില്ലേ ഭാഗവതത്തിലെ നരകവർണ്ണനയൊക്കെ? എന്തൊരു രസം അറിയോ? മഹാപാപികളൊക്കെ അടിച്ചടിച്ച് കൊണ്ടുവന്ന് തിളക്കണ എണ്ണയിലേക്ക് പഴംപൊരി ഇടുന്ന പോലെ ഇടുക. അച്ഛനമ്മമാരെ കണ്ണുനീര് കുടിപ്പിച്ചാലേ കാലസൂത്രം എന്ന് പറയണ നരകത്തിൽ അവിടെ എത്തിയാൽ ഇതുപോലെ ചുവന്ന ഒരു പരവതാനി വിരിച്ചിട്ടുണ്ടാവും, ചുവന്ന പരവതാനി. അപ്പോൾ നമ്മളോട് അവർ ചോദിക്കും ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ പറയും പഠിക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു, പറ്റിയിട്ടില്ല, എന്നാൽ ഞങ്ങൾ പഠിപ്പിക്കാം.
ഏതാ വേണ്ടത്? ക്ലാസിക്കൽ വേണോ, വെസ്റ്റേൺ വേണോ, ഭരതനാട്യം വേണോ? ഏതായാലും തിരക്കേടില്ല. എന്നാൽ കയറിക്കോളൂ. ആ സ്റ്റേജിലേക്ക് അങ്ങ് കയറിയാൽ എന്താ അത്? താമ്രമയേ തപ്തഖലേ, ചുട്ടുപഴുപ്പിച്ച ചെമ്പിൻ്റെ തകിടാത്. അതിൻ്റെ മുകളിൽ കയറിയാൽ നമ്മൾ ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ തുള്ളില്ലേ. എന്നാൽ പുറത്തേക്ക് ചാടാ വെച്ചാലോ, വടിയെടുത്തിട്ട് അതിലേക്ക് തന്നെ ഇട്ടടിക്കുന്ന. ഇങ്ങനെ നരകങ്ങളെ പറഞ്ഞാൽ എന്തൊരു രസാറിയോ. സൂചിമുഖം ഒരു നരക, പിശുക്കന്മാരുടെ നരക സൂചിമുഖം. അവിടെ പോയാൽ എന്താ ശിക്ഷ? സൂചിമുഖം. പണ്ട് ഇവിടുന്ന് പോയാൽ ടൈലർമാരൊക്കെ അവിടെ ഉണ്ട്, കിട്ട അടിച്ചുകൊണ്ടിരിക്കുക. എന്താ അവിടെ ചെയ്യാമെന്നറിയോ? ഈ സൂചി എടുത്തിട്ട് ഇങ്ങനെ ശരീരത്തിൽ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യും അവർ. കുപ്പായത്തിലല്ല, ശരീരത്തിൽ തന്നെയാണ് ചെയ്യുക. എന്നിട്ട് ഒക്കെ കൂടിക്കഴിഞ്ഞ് നൂലിൽ കൂടി പുറത്തേക്ക് എടുക്കുമല്ലോ. ഈ അടിയിലുള്ള നൂലിനൊരു കെട്ട് കെട്ടും. കെട്ടിയിട്ട് ഒരു വലിയ വലിച്ചാൽ സകല രോമകൂപത്തിൽ കൂടിയിട്ടും ഈ കെട്ടിങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഹാ ഹതാ ഹാ ഹതാ അയ്യോ അയ്യോ എന്ന് നിലവിളിക്കും അത്രേ. ഇങ്ങനെയുള്ള സൂചിമുഖുണ്ട്. കള്ളസാക്ഷി പറയണവർ കവീച്ചിമത്ത് എന്ന് പറഞ്ഞിട്ട് മുള്ളുള്ള മരത്തിൻ്റെ മുകളിലേക്ക് പിടിച്ച് കയറാൻ പറയും, താഴേക്ക് ഊർന്നു വീഴാൻ പറയും. അങ്ങനെയുള്ളതായ നരകണ്ട്. അതിഥികളെ പാപേന ചക്ഷുഷാ നിരീക്ഷ്യതയെ, ദുഷിച്ച കണ്ണുകൊണ്ട് നോക്കിയാൽ, അതിഥികളെ വേദനിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞാൽ രണ്ടാളെ വീട്ടിലേക്ക് വിളിച്ച് ഭംഗിയായി ഭക്ഷണമൊക്കെ കൊടുക്കുക. എന്നിട്ട് അവർ കൈ കഴുകുമ്പം പറയുക, സാധനത്തിനൊക്കെ ഇപ്പം എന്താ വില അല്ലേ. അപ്പോൾ ഇങ്ങനെ വിഷമിപ്പിക്കണ വർത്തമാനം പറഞ്ഞാൽ അവർക്ക് രൗരവം തുടങ്ങിയിട്ടുള്ള നരകങ്ങളിൽ പോണ്ടി വരുന്ന. ഞാനിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ടൊരു 3 നരകം പറഞ്ഞത് എന്തിനാ അറിയോ? നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? ശരിക്കും ഈ നരകം ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്ന ഒരു ലോകമാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അവിടെ പോയി ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നു? ആണോ? അല്ല. വേദനകളും യാതനകളും നിറഞ്ഞ ലോകമാണ് നരകലോകം. പക്ഷേ നമുക്കൊക്കെ ആ നരകത്തെ പറഞ്ഞ് ഇപ്പോൾ സന്തോഷിക്കാൻ പറ്റണത് എന്തുകൊണ്ടറിയോ? നമ്മുടെ അടുത്ത് ഈ ഭാഗവതം ഉള്ളത് കൊണ്ടല്ലേ. ഭാഗവതം കയ്യിൽ പിടിച്ച് ഭാഗവതവുമായിട്ട് നമ്മൾ നരകത്തിൽ പോകുമ്പോൾ നരകം നമുക്ക് ആനന്ദലോകമാണ് എന്ന് പറയുമ്പോൾ, നരകത്തിലേക്ക് പോകണമെങ്കിലും പോവാമെന്ന് ഭാഗവതം കയ്യിലുണ്ടായാൽ മതി അല്ലേ. അതിനവിടെ പോയാൽ ഇപ്പോൾ ഭാഗവതം കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഭാഗവതം അറിയണ ആളുണ്ടോ എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഭാഗവതം അറിയണ ഒരാളാണ് അവിടെ മെയിനായിട്ടുള്ളത്. ആര്? യമധർമ്മരാജാവ് ഭാഗവതന്മാരിലൊരാളാണ്. അപ്പോൾ നരകത്തിലേക്കാണെങ്കിലും ഭഗവാന്റെ അല്ലെങ്കിൽ ഭാഗവതവുമായിട്ട് നമ്മൾ ചെന്നാൽ ആ നരകത്തെ നമ്മൾ ഭയക്കേണ്ട. ഏതായാലും കൃത്യമായിട്ട് നരകയാതനകളുണ്ട്.